ഹലോ, നമസ്കാരം. ഞാൻ സിന്ധു വേണുഗോപാൽ. ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങളുടെ ഗുരു ഗോപിക വർമ്മ മാമിന് ഈ വർഷത്തെ ബർത്ത്ഡേക്ക് ഞങ്ങളൊരു സർപ്രൈസ് ബർത്ത്ഡേ പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഇത് ബാംഗ്ലൂരിൽ ബ്രൂക്ക് ഫീൽഡിൽ രാധ ഹോംടെൽ എന്ന് പറഞ്ഞ ഹോട്ടലിൽ വെച്ചിട്ടാണ് ഞങ്ങളിത് നടത്തിയത്. ജൂൺ ഫസ്റ്റ് വീക്കിലായിരുന്നു ഇത് നടന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ബാംഗ്ലൂരിൽ എല്ലാ സ്റ്റുഡൻസും അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനു പുറമെ ചേച്ചിക്ക് കേരളത്തിലും ചെന്നൈയിലും ഒക്കെയുള്ള സ്റ്റുഡൻസും യു.എസ്., യു.കെ., ഓസ്ട്രേലിയ എല്ലാ സ്റ്റുഡൻസും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പലരും വീഡിയോ മെസ്സേജസ് എല്ലാം അയച്ചും അതല്ലെങ്കിൽ സൂമിൽ ഓൺലൈൻ അപ്പം തന്നെ ഞങ്ങളെ കണ്ട് ഞങ്ങളുടെ പാർട്ടിയുടെ വിശേഷങ്ങളൊക്കെ അപ്പം അറിഞ്ഞും അങ്ങനെ എല്ലാവരും പങ്കെടുത്ത ഒരു സർപ്രൈസ് ബർത്ത്ഡേ പാർട്ടി തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും നേരത്തെ എത്തി അവിടെ. ചേച്ചി എത്തുന്നതിന് പ്ലാൻ ചെയ്ത് ഞങ്ങളെല്ലാവരും നേരത്തെ എത്തി. പിങ്ക് അല്ലെങ്കിൽ റെഡ് ആയിരുന്നു ഞങ്ങളുടെ കളർ തീം ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും റെഡ് അല്ലെങ്കിൽ പിങ്ക് ഡ്രസ്സിലായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നത്. ചേച്ചിയും അന്ന് റെഡ് സാരി ഉടുത്താണ് വന്നത്. അപ്പം ഞങ്ങളെല്ലാവരും എത്തി വെയിറ്റ് ചെയ്യാണ് ചേച്ചി എത്താൻ വേണ്ടിയിട്ട്. ചേച്ചിയുടെ ഫ്രണ്ട് ലീമ ചേച്ചി ത്രൂ ആണ് ഞങ്ങൾക്ക് ഇതെല്ലാം അറേഞ്ച് ചെയ്യാൻ പറ്റിയത്. ചേച്ചി ഇവിടെ എത്തിക്കാനും ഇങ്ങനെ ഒരു സർപ്രൈസ് പാർട്ടി കൊടുക്കാൻ പറ്റിയതും ലീമ ചേച്ചി കാരണമാണ്. അങ്ങനെ ഞങ്ങളിവിടെ എത്തി. ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ചേച്ചി വണ്ടി പാർക്ക് ചെയ്ത് അവിടുന്ന് ഇറങ്ങി വരുന്നത് ഞങ്ങൾക്ക് കാണാമായിരുന്നു. ചേച്ചി അകത്ത് വന്നു. അങ്ങനെ ഞങ്ങളുടെ പ്ലാൻ സക്സസ് ആയി. ചേച്ചിക്ക് വളരെയധികം സർപ്രൈസ് ആയി തന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പാർട്ടി അറേഞ്ച് ചെയ്യാൻ പറ്റി. ചേച്ചി ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരായി ചേച്ചീനെ വിഷ് ചെയ്യാൻ തുടങ്ങി. ഇത് ഞാൻ ഒരു പാർട്ടി പേപ്പർ വെച്ച് അത് പൊട്ടിക്കാനുള്ള ശ്രമത്തിലാണ്. ഏത് പാർട്ടിയിലും ഇങ്ങനൊരു സംഭവം അത് കറക്റ്റ് സമയത്ത് പൊട്ടുന്നത് ഒരു വളരെ അപൂർവമായിട്ട് നടക്കുന്ന സംഭവമാണ്. എങ്ങനെയായാലും കഷ്ടപ്പെട്ട് ഞാനത് പൊട്ടിച്ചു. അങ്ങനെ ചേച്ചിയുടെ ബാംഗ്ലൂരിൽ ഓൺലൈൻ, ഓഫ്‌ലൈൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസും ഈ പാർട്ടിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചേച്ചി അകത്തേക്ക് വന്നു. ഗോപിക ചേച്ചി തീരെ എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരാൾ കൂടി അവിടെ ഉണ്ടായിരുന്നു. ചേച്ചിയുടെ സിസ്റ്റർ ഇൻ ലോ ലക്ഷ്മി ബായി നാലപ്പാട്ട്. ഞങ്ങളെല്ലാം ലക്ഷ്മി അക്ക എന്ന് വിളിക്കും. അപ്പോൾ ലക്ഷ്മി അക്ക ഒരു ടേബിളിൻ്റെ അടിയിൽ ചെറിയ കുട്ടികളെ പോലെ ഒളിഞ്ഞിരുന്ന് പെട്ടെന്ന് പുറത്തേക്ക് വന്നു. അതൊരിക്കലും ഗോപി ചേച്ചി എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു കാര്യമായിരുന്നു. ഞങ്ങൾ കുറച്ച് സ്റ്റുഡൻസിനെ കണ്ടു കഴിഞ്ഞാൽ ബാക്കി ഉള്ളവരും അവിടെ ഉണ്ടാവാം എന്നുള്ളത് ചേച്ചി ഗസ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ലക്ഷ്മി അക്ക ശരിക്കും ഒരു സർപ്രൈസ് തന്നെയായിരുന്നു ചേച്ചിക്ക്. പിന്നെ ഇത് അശ്വതി, അമൃത, ജയശ്രീ ഒക്കെയാണ് ഇതിൻ്റെ മെയിൻ. ഇതെല്ലാം സെറ്റ് ചെയ്യാനൊക്കെ കൂടുതലും മുൻകൈ എടുത്ത് എല്ലാം നടത്തിയത് ഇവർ 3 പേരുമായിരുന്നു. പിന്നെ ഞങ്ങളൊക്കെ ചെറുതായിട്ടൊക്കെ സഹായിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും അവിടെ ഇരുന്ന് ചേച്ചിക്ക് വന്ന വീഡിയോ മെസ്സേജസുകൾ കണ്ടു. അതുപോലെ തന്നെ ഓൺലൈനായിട്ട് പലരും അപ്പോൾ പാർട്ടി അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അവരോടെല്ലാം സംസാരിച്ചു. അങ്ങനെ ഞങ്ങളുടെ പാർട്ടി തുടങ്ങി. കുറച്ച് നേരമൊക്കെ ഞങ്ങളെല്ലാവരും പരസ്പരം ഓൺലൈനിലുള്ളവരോടൊക്കെ സംസാരിച്ചു. പിന്നെ ഗെയിംസ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി ഓരോരുത്തരുടെ പേരായി അഭിനയിച്ച് കാണിക്കും. അത് ഞങ്ങൾ ഗസ് ചെയ്ത് പറയണം. അതായിരുന്നു ഒരു ഗെയിം ഉണ്ടായിരുന്നത്. പിന്നെ ചേച്ചി കുറച്ച് അവാർഡ്സ് ഒക്കെ കൊടുത്തു. ബെസ്റ്റ് ഫുഡി, അതുപോലെ സോഷ്യൽ ബട്ടർഫ്ലൈ, സോഷ്യൽ മീഡിയ ക്വീൻ എന്നൊക്കെ പറഞ്ഞ് ഒരു അവാർഡ് എനിക്കും കിട്ടി. ചേച്ചിയുടെ സ്റ്റുഡൻസ് മാത്രമായിരുന്നില്ല വിഷ് ചെയ്യാനുണ്ടായിരുന്നത്. മദർ ഇൻ ലോ, സിസ്റ്റർ, അതുപോലെ കുറച്ച് റിലേറ്റീവ്സ്, ഫ്രണ്ട്സ് എല്ലാവരും ചേച്ചി വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പം ഞങ്ങൾ ആദ്യം തന്നെ പ്ലാൻ ചെയ്തപ്പോൾ തന്നെ എല്ലാവരോടും അറിയിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു പാർട്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് വിഷ് ചെയ്യാൻ അവൈലബിൾ ആവണമെന്ന്. അപ്പോൾ ഇത് ഒരു ബ്യൂട്ടിഫുൾ കേക്ക് ചേച്ചിയുടെ സ്റ്റുഡൻറ്റ് നന്ദിനി, ഞങ്ങളുടെ ഫ്രണ്ട് നന്ദിനി ഉണ്ടാക്കിയതാണ്. കാണാനുള്ള ഭംഗി മാത്രമല്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കായിരുന്നു. അങ്ങനെ പാർട്ടിയൊക്കെ ഇങ്ങനെ ഗെയിംസും എല്ലാം ആയി പോയിക്കൊണ്ടിരുന്നു. ചേച്ചിക്ക് ഞങ്ങളൊരു ഗിഫ്റ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരും കൂടെ. അതൊരു മൂക്കുത്തിയായിരുന്നു. അപ്പോൾ അത് ഞാനാണ് പോയി വാങ്ങിച്ചത്. അതുകൊണ്ട് എനിക്കത് കുറച്ച് സ്പെഷ്യലായിട്ട് പറയണമെന്നുണ്ട്. നല്ല ഭംഗിയുള്ളൊരു മൂക്കുത്തിയായിരുന്നു. ചേച്ചി എന്നോ ആരോടോ ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഓൺലൈൻ കണ്ട് ഇത് കൊള്ളാമെന്ന് പറഞ്ഞ ഒരു മൂക്കുത്തിയായിരുന്നു. അപ്പം ഞങ്ങളത് ഓർത്ത് വെച്ച് അതേ മൂക്കുത്തി തന്നെ ഗിഫ്റ്റായിട്ട് കൊടുത്തു. അത് ചേച്ചിക്ക് വലിയൊരു സർപ്രൈസായിരുന്നു. അതൊട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു കാര്യമായിരുന്നു. അങ്ങനെ അഹാന മൂക്കുത്തി എന്നുള്ള ഒരു മൂക്കുത്തിയായിരുന്നു ഞങ്ങളുടെ ഗിഫ്റ്റ് ഉണ്ടായിരുന്നത് ചേച്ചിക്ക്. അതുവരെ അണിഞ്ഞിരുന്ന മൂക്കുത്തി അഴിച്ച് ഈ പുതിയ മൂക്കുത്തി ഇട്ട ചേച്ചി അത് നന്നായിട്ട് എൻജോയ് ചെയ്തു. അത് ഇഷ്ടമായി എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി. അങ്ങനെ അതിനുശേഷം ആദ്യമായിട്ട് പെർഫോം ചെയ്തത്, അതായത് 5 എപ്പോഴോ ചേച്ചി പെർഫോം ചെയ്തൊരു ഡാൻസ് ഞങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തന്നു. അതൊരു നാടോടി നൃത്തമായിരുന്നു എന്ന് തോന്നുന്നു. ആ പാട്ടൊക്കെ വെച്ച് ജയശ്രീയും അമൃതയും ചേച്ചിയുടെ കൂടെ ഡാൻസ് ചെയ്ത് അതിനൊരു സപ്പോർട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. എന്നാലും അത്രയും വർഷം മുമ്പ് പഠിച്ച്, അതായത് 5 എപ്പോഴോ ചെയ്ത ഒരു ഡാൻസ് ഇപ്പോഴും സ്റ്റെപ്പുകളൊക്കെ ഓർത്ത് അതേപോലെ ചെയ്യാൻ ചേച്ചി
ഒരു മടിയും കാണിക്കാതെ ഞങ്ങളുടെ കൂടെ ഞങ്ങൾക്ക് വേണ്ടി അത് ചെയ്ത് കാണിച്ചു തന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. ഗെയിംസും ഈ ഡാൻസ് എല്ലാം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കഴിക്കാൻ വേണ്ടി എല്ലാവരും കഴിക്കാനായിരുന്നു. വെജ് ബുഫേ ആയിരുന്നു അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫുഡെല്ലാം നല്ലതായിരുന്നു. എല്ലാവരും എൻജോയ് ചെയ്തു ഫുഡെല്ലാം. അപ്പോൾ ചേച്ചി വന്നത് ഞങ്ങൾക്ക് വരുന്ന ഒരു പ്രോഗ്രാമിന് വേണ്ടി ഞങ്ങൾക്ക് കുറച്ച് പ്രാക്ടീസൊക്കെ തരാൻ വേണ്ടിയിട്ടായിരുന്നു വന്നത്. അത് മാത്രം നടന്നില്ല. അതല്ലാതെ ഞങ്ങൾ ഈ പാർട്ടിയുടെ കാര്യങ്ങളിലെല്ലാം എല്ലാവരും ഇതിലായിരുന്ന കാരണം അതുകൊണ്ട് അതിന് മാത്രം സമയം കിട്ടിയില്ല. ഇത് രേണുവാണ്. രേണുവാണ് ചേച്ചീനെ ആദ്യം രേണുവിൻ്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് രുദ്ര എന്ന് പറഞ്ഞ് മാത്തഹള്ളിയിൽ ACS ലേഔട്ടിൽ. അവിടെയാണ് ചേച്ചീനെ ആദ്യമായിട്ട് ക്ലാസ് എടുക്കാൻ കൊണ്ടുവരുന്നത്. അങ്ങനെയാണ് ചേച്ചി ബാംഗ്ലൂർ ക്ലാസ് തുടങ്ങുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും ഫുഡ് എൻജോയ് ചെയ്യാൻ തുടങ്ങി. കേക്ക് ഉണ്ടായിരുന്നു. നന്ദിനി കൊണ്ടുവന്ന ചേച്ചിയുടെ ബർത്ത്ഡേ കേക്ക്. ഒരുപാട് ബർത്ത്ഡേ മെസ്സേജസ്, അതായത് വീഡിയോ മെസ്സേജസ് ആയിട്ട് വന്നത് ചേച്ചിയുടെ ഫ്രണ്ട്സിൻ്റെ, സ്റ്റുഡൻസിൻ്റെ, റിലേറ്റീവ്സിൻ്റെ അതെല്ലാം LED സ്ക്രീനിൽ പ്ലേ ചെയ്ത് അത് കണ്ടുകൊണ്ടിരുന്നാണ് ഞങ്ങളെല്ലാവരും ഭക്ഷണം കഴിച്ചത്. അപ്പോൾ ഓരോരുത്തരായിട്ട് ചേച്ചിയെ വിഷ് ചെയ്യുന്നുണ്ടായിരുന്നു. വരാൻ പറ്റാത്തവർ, അതായത് പുറത്തുള്ളവർക്കും വരാം, ഇവിടെ വരുന്ന ഇത് പങ്കെടുക്കാൻ പറ്റാത്തവരെല്ലാം ചേച്ചി വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭക്ഷണം എല്ലാം അടിപൊളിയായി പോയി. അത് കഴിഞ്ഞ് പിന്നീടും കുറച്ചും കൂടെ ഗെയിംസൊക്കെ ഉണ്ടായിരുന്നു. ചേച്ചി എല്ലാവരെയും ഓരോരുത്തരെ പേര് മുദ്രകളും ഹസ്തമുഖം വെച്ചും അഭിനയിച്ചും ഒക്കെ കാണിച്ച് ഞങ്ങളത് ഗസ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ പാട്ടിൻ്റെ ഫസ്റ്റ് ലൈൻ അത് നമ്മൾ ചേച്ചി സെലക്ട് ചെയ്യുന്ന ഒരാൾ പോയി അവിടെ അഭിനയിച്ച് കാണിക്കണം. അത് ബാക്കിയുള്ളവർ പറയണം. ഇത് ലക്ഷ്മി അക്ക ഒരു പാട്ട് പറയുന്നതാണ്, ചെയ്ത് കാണിക്കുന്നതാണ്. അപ്പോൾ അത് ഞങ്ങളെല്ലാവരും ഗസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നന്നായി ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു ലക്ഷ്മി അക്ക. ഇന്ദു പുഷ്പം ചൂടി നിൽക്കും രാത്രി എന്നുള്ള പാട്ടായിരുന്നു അക്ക കാണിച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് എനിക്കും ഒരു പാട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനും അത് നമ്മളുടെ മോഹിനിയാട്ടം മുദ്ര വെച്ചിട്ട് തന്നെയായിരുന്നു ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവർക്കും അത് ഗസ് ചെയ്യാനൊക്കെ പറ്റി. അങ്ങനെ കുഞ്ഞു കുഞ്ഞു ഗെയിംസും കളികളും ചിരികളും ഒക്കെ ആയിട്ട് ഞങ്ങളുടെ ഒരു ദിവസം പോയി. അത് കഴിഞ്ഞ് എല്ലാവരും പാട്ട് വെച്ച് ഡാൻസൊക്കെ ചെയ്തു. കുറച്ച് ഡാൻസ് എല്ലാവരും പ്ലാൻ ചെയ്ത് വന്ന ഡാൻസുകളും ഉണ്ടായിരുന്നു. അതല്ലാതെ വെറുതെ ചുമ്മാ പാട്ട് വെച്ചിട്ട് ഡാൻസ് ചെയ്യുന്നതും ഉണ്ടായിരുന്നു. എന്തായാലും വളരെയധികം ഞങ്ങളെല്ലാവരും ചേച്ചിയുടെ കൂടെ തന്നെ ഞങ്ങളെല്ലാവരും എൻജോയ് ചെയ്തു. ചേച്ചിയും ലക്ഷ്മിയും ഒക്കെ എല്ലാവരും ഡാൻസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ ഒരു സർപ്രൈസ് പാർട്ടി ആയിട്ട് തന്നെ എല്ലാം സർപ്രൈസ് ആയിട്ട് തന്നെ ചേച്ചിക്ക് ഈ ഒരു ദിവസം ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റി. അപ്പോൾ ഇത് ചേച്ചിയുടെ കൂടെ തന്നെ ഞങ്ങളെല്ലാവരും പങ്കെടുത്ത് എല്ലാവരും എൻജോയ് ചെയ്ത ഒരു പാർട്ടിയായിരുന്നു. ചേച്ചിക്ക് എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളും നേർന്നുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. കാണുന്നവർക്ക് എല്ലാവർക്കും താങ്ക് യു.